അടിച്ചു. നമസ്കാരം, ഞാൻ അജയ്. എനിക്കൊരു 8ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന സമയത്തുണ്ടായിരുന്ന ഒരു ചെറിയൊരു സംഭവത്തെക്കുറിച്ച് ഞാൻ പറയുന്നത്. നമ്മുടെ വായനാ ദിനങ്ങൾ അല്ലെങ്കിൽ വായനാശീലം കുറവുള്ള ആളുകൾക്ക് ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളും പിന്നെ അതേപോലെ തന്നെ കുറേ സഭാകമ്പം പോലത്തെ പ്രശ്നങ്ങളുള്ള ആളുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതിലത്തെ ഒരാളാണ് ഞാൻ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. എന്നെ തന്നെ ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം. അപ്പോൾ അത് വെച്ചുള്ള കാര്യം പറയണം. പണ്ട് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ കാടഞ്ചേരി സ്കൂളിലാണ് പഠിച്ചിരുന്നത്. 8ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന സമയത്ത് എൻ്റെ മലയാള അധ്യാപകൻ അജ്മ മാഷായിരുന്നു. മാഷ് ഇത് കാണുന്നുണ്ടാവും, മാഷ്ക്ക് ഓർമ്മയുണ്ടെന്ന് അറിഞ്ഞൂടെ. പക്ഷേ അത് എന്നെ ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ടെന്നല്ല, അന്നത്തെ ഒരു ദിവസം ഞാൻ കഴിച്ചു കൂട്ടാൻ പെട്ട പാട് എന്താണെന്നുള്ളത് എനിക്ക് അറിയുള്ളൂ. അപ്പോൾ മലയാളം ക്ലാസ് തുടങ്ങി പോകുമ്പോൾ മാഷ് നന്നായിട്ട് പാട്ട് പാടും. മാഷ് ക്ലാസ്സിൽ വന്ന് പാട്ടൊക്കെ പാടുമ്പോൾ ഞങ്ങളും കൂടെ നിന്ന് പാടും. അപ്പോൾ എനിക്ക് ഭയങ്കര സൗണ്ടാവും. ഞാൻ ഉറക്കെ ഒച്ചത്തിൽ കിടന്ന് അലറും. അതിന് വലിയ പ്രശ്നമൊന്നുള്ള കാര്യങ്ങളല്ലല്ലോ, നമുക്ക് സിമ്പിളായിട്ടുള്ള കാര്യങ്ങളല്ലേ, സിനിമാ പാട്ടല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാതെ. കാരണം ബാക്കിയുള്ള നമ്മളെ പദ്യങ്ങളും സ്കൂളിലത്തെ വല്ല ബുക്കിലുള്ള സാധനങ്ങളൊക്കെ പഠിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഭയങ്കര പ്രശ്നം. പക്ഷേ ഈ വക സാധനങ്ങൾ പഠിക്കാൻ നമുക്ക് വലിയ പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ മലയാളം സെക്കൻഡൊക്കെ വരുമല്ലോ, നമ്മളെ ഈ സ്റ്റോറീസ്, ഒരുപാട് സ്റ്റോറീസ് ആവുമല്ലോ മലയാളം സെക്കൻഡിലുണ്ടാവുക. അപ്പോൾ മലയാളം സെക്കൻഡിൻ്റെ ക്ലാസ് എടുക്കാൻ വന്നു. അപ്പോൾ മാഷ് കയറി എന്നിട്ട് പറഞ്ഞു, നമുക്കെന്നാൽ ഓരോരുത്തരായിട്ടുണ്ട് വായിച്ച് തുടങ്ങാമെന്ന് പറഞ്ഞു. വായിച്ച് തുടങ്ങാമെന്നിട്ട് കേട്ടതേക്ക് ഓർമ്മയുള്ളൂ. എൻ്റെ 2 ചെവിയും കൂടി പറഞ്ഞിട്ട് കൊട്ടിയടഞ്ഞു. വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് വായനാശീലമില്ല ഒന്ന്. രണ്ടാമത് വായിച്ച് തുടങ്ങിയ പിന്നെ എൻ്റെ ഭാഗ്യമാണോ നിർഭാഗ്യമാണോ അല്ലെങ്കിൽ നാണം കെടാൻ വിധിക്കപ്പെട്ടിട്ടുള്ളതാണോ എന്ന് അറിയാൻ പാടില്ല. ആദ്യത്തെ കോള് മാഷ്, അജയ് എണീക്കുമെന്ന് പറഞ്ഞു. അത് പറയണ വരെ നമ്മളിങ്ങനെ സ്കൂളിലൊക്കെ പഠിച്ചിരുന്ന സമയത്ത് നമ്മൾ ഗുണ്ടായേഴ്സും ഹീറോയിസൊക്കെ കാട്ടി ഭയങ്കരമായിട്ട് നടക്കുന്ന സമയമാവുമല്ലോ. എണീപ്പിച്ച് നിർത്തി, എണീറ്റ് നിന്നു. പുസ്തകം എടുക്കാനും കൂടി പറഞ്ഞു. ബുക്ക് ഇങ്ങനെ ഉണ്ട് എടുത്തു. ഇതിപ്പോൾ ഒരു നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഇങ്ങനെ ഉണ്ട് എടുത്തു, തുറന്നു. ഇത് തുറക്കുമ്പോൾ തൊട്ട് പിന്നെ എൻ്റെ കൈ കിടന്നിങ്ങനെ തന്നെ ചെണ്ടോട്ടൽ തുടങ്ങി. എന്നാലും ഞാൻ കഷ്ടപ്പെട്ടിട്ട് അങ്ങോട്ട് പിടിച്ചു. എന്നിട്ട് മാഷ് പറഞ്ഞു എന്നോട്, അജയ് ഇങ്ങനെ ഞാൻ അങ്ങോട്ട് നോക്കി, ബുക്കിലേക്ക് നോക്കിയപ്പോൾ അജയ് എന്ന് പറഞ്ഞില്ല. അതും കൂടി എനിക്ക് കേട്ടപ്പോൾ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു ഒരാന്തല അത് കഴിഞ്ഞു. അപ്പോൾ തന്നെ മാഷ് പറഞ്ഞു, നീ ഇവിടെ ഇരുന്ന് വായിക്കണത് 10 കിലോമീറ്റർ അപ്പുറത്ത് ഞാൻ പോയിട്ടുണ്ടെങ്കിൽ എനിക്കത് കേൾക്കണമെന്ന്. അതും കൂടി ഉണ്ട് കേട്ടപ്പോൾ എൻ്റെ ഉള്ള ജീവനും കൂടി അതിൻ്റെ കൂടെ ഒരു ഒറ്റ പോക്ക്. എന്നിട്ട് അങ്ങേര് എന്നോട് പറഞ്ഞു, തുടങ്ങിക്കോന്ന് പറഞ്ഞു. ബുക്ക് എടുത്തോ. ബുക്കിലേക്ക് ഞാൻ നോക്കി. ഞാൻ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല, എനിക്ക് മിണ്ടാൻ പറ്റണില്ല. ഞാൻ പോലും അറിയാതെ എൻ്റെ കണ്ണിങ്ങനെ നിറയുന്നുണ്ട്. ഈ എന്തിനാണ് അറിയേണ്ടത് ചോദിച്ചാൽ എനിക്ക് അറിയാൻ പാടില്ല. പക്ഷെ ഞാനിത് ഈ ബുക്കിലിങ്ങനെ നോക്കുക, കണ്ണിങ്ങനെ നിറയുക. പുസ്തകത്തിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ അക്ഷരങ്ങളൊക്കെ കൂടിയിട്ട് ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ ഇവിടുന്ന് ഒരു അക്ഷരം ഇരുന്ന് അങ്ങോട്ട് ഓടുന്നു, അവിടുത്തെ അക്ഷരം കൂടി ഇങ്ങോട്ട് ഓടുന്നു. ഈ കൂടി കിടക്കുന്ന അക്ഷരങ്ങൾ മുഴുവൻ ഇങ്ങനെ ഈ എന്താ പറയുക, നമ്മൾ ഈ കാന്തത്തിൻ്റെ പിന്നാലെ നമ്മളിങ്ങനെ മണലൊക്കെ എടുത്തിട്ട് കാന്തത്തിൻ്റെ തരികൾ നമ്മളിങ്ങനെ എടുക്കില്ലേ, എന്ന പോലെ ഈ അക്ഷരങ്ങൾ മുഴുവൻ കൊന്നും കൂടിയിട്ട് ഒരു ഉണ്ട പോലെ ഇതിൽ കിടക്കുന്നത്. നമ്മളിങ്ങനെ കോരി കളിച്ച് എടുത്താൽ മതി. അതേപോലത്തെ അക്ഷരങ്ങളാണ്. എനിക്ക് എങ്ങനെ നോക്കിയിട്ടും എനിക്കിത് മനസ്സിലാവില്ല. ഫസ്റ്റ് ഇതിൽ എഴുതിയുള്ളത് പ്രകൃതി മനുഷ്യന്, അങ്ങനത്തെ ഒരു ലൈനായിരുന്നു. കാരണം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാനിത് എടുത്ത് പിടിച്ച് ഞാൻ നോക്കി പ്രകൃതി എന്ന് ചോദിച്ചു മാഷ്. അജയ് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പം ഒന്നുമില്ല മാഷ് പറഞ്ഞു, ഒന്നുമില്ല, ഇങ്ങനെ വരുന്നുള്ളൂ, മുഴുവൻ ശബ്ദം കൂടി കിട്ടുന്നില്ല. പിന്നെ ഇത് എടുത്ത് വെച്ചിട്ട് നമ്മൾ പ്രകൃതി മനുഷ്യൻ ഈ ഒരൊറ്റയിൽ ഞാൻ അവിടെ നിന്നു. എന്നിട്ട് ഞാൻ അതിങ്ങനെ പൂട്ടി മാഷിനോട് പറഞ്ഞു, എന്നെക്കൊണ്ട് പറ്റണില്ല മാഷേ പറഞ്ഞു. അത്ര നേരം ഉണ്ടാക്കിയെടുത്തുള്ള ഒരു ഇമേജ് ഉണ്ടല്ലോ, നമ്മളെ ക്ലാസ്സിൽ ഉണ്ടാക്കിയെടുത്തതും മാഷിനുള്ളൊരു ഇമേജും മൊത്തത്തിലങ്ങോട്ട് തകർന്ന് നമ്മളാകെ അങ്ങോട്ട് നശിച്ച് അവിടെ നിന്ന് ആ ഭൂമി അങ്ങോട്ട് പിളർന്ന് അങ്ങോട്ട് മരിച്ചാൽ മതി എന്നുള്ളൊരു ഫീൽ ഉണ്ടാവുമല്ലോ. അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടായിട്ടുണ്ട് എനിക്ക് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്. ഇതുപോലത്തെ ഫീൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, അനുഭവങ്ങൾ? അതുകൊണ്ട് ഇപ്പോഴത്തെ പിള്ളേരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, വായിച്ച് വളരുക. വായനാശീലം വളരെ നല്ലതാണ്. അപ്പോൾ നന്നായിട്ട് വായിച്ചിട്ടൊക്കെ വളരുക. നല്ല നല്ല പുസ്തകങ്ങൾ, നിങ്ങളുടെ സ്കൂളത്തെ പുസ്തകങ്ങളാണെങ്കിലും വായനാശീലം എപ്പോഴും നല്ലതാണ്. മലയാളം മാത്രമല്ല, ഇംഗ്ലീഷും മലയാളം എല്ലാതും ഇരുന്ന് വായിക്കുക.
എന്ന് വെച്ചാൽ എനിക്ക് ഇംഗ്ലീഷ് ഭയങ്കരമായിട്ട് അന്ന് അറിയായിരുന്നു എന്നല്ല കേട്ടോ. ഇംഗ്ലീഷ് ഒരു പുണ്ണാക്കും അറിയില്ല, കാരണം എൻ്റെ കൂടെ ഉള്ളവന്മാർക്കും അറിയില്ല. അപ്പോൾ പിന്നെ നമുക്ക് വിഷയമുള്ള കാര്യമല്ല. പക്ഷെ മലയാളം ബാക്കിയുള്ളവർക്കൊക്കെ അറിയാം. എനിക്ക് തീരെ അറിയില്ല, വായിക്കാൻ പറ്റണില്ല. പക്ഷെ നമ്മൾ വായിക്കും, എനിക്ക് വായിക്കാൻ പറ്റും. ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഇങ്ങനെ ഇരുന്ന് വായിക്കാമെന്ന് വെച്ചാൽ ഓക്കെ. പക്ഷെ എണീറ്റ് നിന്ന് വായിക്കുകയെന്ന് പറഞ്ഞാൽ പിന്നെ വേറെ വില, ഇങ്ങനെ കിടന്ന് തുള്ളും. ഇതുപോലത്തെ അനുഭവം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ.